സൺഡേ ചാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നായിരിക്കുന്നത് തൃശ്ശൂർ രൂപതയിലെ മരത്താക്കര അമലോത്ഭവനാഥ ദേവാലയത്തിലാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ കുറേ മിടുക്കന്മാരും മിടുക്കിമാരുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അവരുടെ അടുത്ത് ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതാണ് മർത്താക്കര പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയം. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ തെക്കുമാറിയാണ് ഈ മനോഹര ദേവാലയമുള്ളത്. 18-ാം നൂറ്റാണ്ടു മുതൽ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ഒത്തുചേർന്ന് കോദോർ എന്ന സമുദായമുണ്ടാക്കുകയും പ്രാർത്ഥനയ്ക്കും വണക്കമാസ ആചരണത്തിനും വേണ്ടി ഒരു കപ്പേള സ്ഥാപിക്കുകയും ചെയ്തതായി രേഖകളിൽ കാണുന്നു. അവിടെ നിന്ന് നാടും നാട്ടുകാരും ഒരുമിച്ച് ഹൃദയ ഐക്യത്തോടെ പണിതുയർത്തിയതാണ് ഇവിടുത്തെ ഈ ദേവാലയം. 1914 ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 7 മണിക്കാണ് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഔദ്യോഗികമായി നടന്നിട്ടുള്ളത്. ഇപ്പോൾ 1150ഓളം കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ 650 കുട്ടികൾ ഇവിടെ മതബോധനം നടത്തുന്നുണ്ട്. മർത്താക്കര പള്ളിയിലെ അൾത്താരയിൽ വണങ്ങുന്ന ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മാതാവിന്റെ രൂപവും കിരീടവും ദാനമായി ലഭിച്ചതാണ്. 113 വർഷത്തെ വിശ്വാസ ചരിത്രം ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ഇടവക നവീകരണ ദേവാലയം രജത ജൂബിലി പിന്നിടുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപം നൽകുന്ന സംരക്ഷണം നൂറ്റാണ്ടുകളായി ഈ നാടിന്റെ മർത്താക്കരയുടെ കണ്ണീരൊപ്പുന്നു. എൻ്റെ പേര് അജിൽ മാങ്ങൻ. ഞാൻ പട്ടം കിട്ടിയിട്ട് എൻ്റെ ആദ്യത്തെ കൊല്ലമാണ്. ആദ്യത്തെ ഇടവകയാണ് മരത്താക്കര ഇടവക. സന്തോഷമുണ്ട് ഇവിടെ ഇടവകയിൽ കിട്ടിയതിൽ. ബാക്കിയുള്ള ഇടവകകളെ കുറിച്ച് കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം എൻ്റെ ആദ്യത്തെ ഇടവക ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഇവിടുത്തെ പിള്ളേര് വളരെ ഉഷാറാണ്. എന്താവശ്യങ്ങൾക്കാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്തുണ്ട്. ബാക്കിയുള്ള ഇടവകക്കാരൊക്കെ മരത്താക്കര ഇടവക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വാവ് എഫക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ മരത്താക്കരനെ കാണുന്നത്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൺഡേ കാറ്റിസം ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് പിള്ളേരെ പഠിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നു, നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ ടീച്ചർമാർ കൊടുക്കുന്നത് കാരണമാണ് ഇത്രയും ആക്റ്റീവായിട്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ പെരുമാറുന്നത്. അതിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ മരത്താക്കര മേരി മാക്കുലേറ്റ് പള്ളിയുടെ വികാരിയച്ഛനാണ്. ഏകദേശം 2.5 വർഷത്തോളമായിട്ട് ഞാനിവിടെ സേവനം ചെയ്തു വരികയാണ്. ഇടവകയുടെ വിശ്വാസ പരിശീലന യൂണിറ്റ് തികഞ്ഞ മൂല്യബോധമുള്ളവരും വിശ്വാസ തീക്ഷ്ണതയുള്ള അധ്യാപകർ ഈ ഇടവകയ്ക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് സഹകരിക്കുവാൻ താല്പര്യമുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥിനികളും ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും, അതൊക്കെ കൊണ്ട് തന്നെ ഈ വിശ്വാസ പരിശീലന യൂണിറ്റ് വളരെ ക്രിയാത്മകമായിട്ട് സജീവമായിട്ട് മുന്നേറുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അക്കാഡമിക് തലത്തിൽ റാങ്കുകളും സ്കോളർഷിപ്പുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരു ഇടവകയാണ് മരത്താക്കര. അതോടൊപ്പം തന്നെ പാഠ്യേതര സംബന്ധമായ കാര്യങ്ങളിലും അത് വിശ്വാസ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടാനും അതിനെ ഇനീഷ്യേറ്റീവ് എടുക്കാനും കഴിവുള്ള പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. ഷാലോം ടിവിക്ക് ഈ അവസരത്തിൽ മരത്താക്കരയിലേക്ക് വന്ന് കുട്ടികളോടൊത്ത് ചെലവഴിക്കുവാനായിട്ട് അവർ കാണിക്കുന്ന വലിയൊരു താല്പര്യത്തിന് പ്രത്യേകം ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മളിന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് വിശുദ്ധ ബലിയെ കുറിച്ച് സംസാരിക്കാനാണ്, വിശുദ്ധ കുർബാനയെ പറ്റിയിട്ട്. നമ്മുടെ ചൊണ കുട്ടികളായിട്ടുള്ള കുരുന്നുകൾ ഇവിടെ ഉണ്ട്, നമ്മുടെ മരത്താക്കര ഇടവകയിലെ അല്ലേ? മാഷ്മാരും ടീച്ചർമാരും നല്ല രീതിയിൽ വരെ ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സ്പെഷ്യലാണ് മരത്താക്കര ഇടവക, കാരണം പല കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ പരിപാടികളിലാണെങ്കിലും എല്ലാം കാറ്റിസം ഡിപ്പാർട്ട്മെന്റ് ഒന്നാമത് നിൽക്കുന്നുണ്ടെന്ന് അറിയാനും പറ്റി. നമ്മൾ ഈ വരണേക്കാളും മുമ്പ് നിങ്ങളെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുമല്ലോ ആ സമയത്ത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. റെഡി ആയിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? അറിയാവുന്ന ഒരു കൈപൊക്കി, ആദ്യം ഒരു കൊച്ചുമിടുക്കി കൈപൊക്കിയിട്ടുണ്ട്. ചോദ്യം ദേ ചോദിക്കണേ അല്ലെ, അവസാനിപ്പിക്കാനായിട്ട് മുമ്പ് കൈപൊക്കി അല്ലെ. പേരൊന്ന് പറയോ? ആഗനസ് ആണ് കേട്ടോ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോന്ന്. നമ്മുടെ ചോദ്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? വിശുദ്ധ കുർബാന ബലിയും അതോടൊപ്പം തന്നെ വിരുന്നുമാണ്.
വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ജനനം, ജീവിതം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗ്ഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഈശോയുടെ രണ്ടാമത്തെ ആഗമനം എന്നീ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു കൈ കൊടുത്തേ. നന്നായി കേട്ടോ. അതായത് പറഞ്ഞനുസരിച്ച് നമുക്ക് കുറെ ദിവ്യ രഹസ്യങ്ങളാണ് അവിടെ ആഘോഷിക്കുന്നത്. അതായത് ഈശോ ജനിച്ചത് മുതൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെവിടെ വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയായിരുന്നോ നിങ്ങൾക്ക്? സത്യസന്ധമായിട്ട് പറയണം. എന്തെല്ലാം അടിച്ചിരിക്കുന്നത്? അറിയെങ്കിൽ യെസ് എന്ന് പറയാ. അറിയോ? എവിടുന്ന് ഇതൊക്കെ അറിഞ്ഞത്? അധ്യാപകരിലൂടെ. അടിപൊളി, നല്ലൊരു ഐഡിയ കൊടുക്ക്. നമുക്ക് ഈ മിടുക്കുന്ന ഒരു സമ്മാനം കൊടുക്കാം കേട്ടോ. വരൂ, ഫ്രണ്ടിലേക്ക് വരൂ. മോനിട്ടർ പേരെന്താ? ആൽഫ്രഡ് ആണ് ഉത്തരം പറഞ്ഞത്. അധ്യാപകരിലൂടെ എന്നാണ് പറഞ്ഞത് അല്ലെ? ഏത് അധ്യാപകരിലൂടെ നിങ്ങൾ അറിഞ്ഞേ? വിശ്വാസ പരിശീലനത്തിന്റെ അധ്യാപകരിലൂടെ. ഈശോയെ, നല്ലൊരു കൈഡി വീണ്ടും. ഇവര് എളുപ്പമല്ല കേട്ടോ. മരത്താക്കര ഇടവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ജെംസ് ആണ്, ജെംസ് അല്ലെ? എങ്ങനെ ഇതൊക്കെ കിട്ടണേ? അപ്പൊ നിങ്ങളെ ടീച്ചറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആരെ പഠിപ്പിക്കുന്നത്? സിബി ടീച്ചർ ഇവിടെ ഉണ്ടോ? സിബി ടീച്ചർ എവിടെയാ? സിബി ടീച്ചർ മുന്നോട്ട് വരും. ആ ടീച്ചർക്ക് കൊടുക്കണം നല്ല കൈഡി. സിബി ടീച്ചറെ, അധ്യാപകരിലൂടെ ഉത്തരം പറഞ്ഞത് ആ കുട്ടിക്ക് അങ്ങനെ പറയാൻ തോന്നിയത് ഒരു കാരണം, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം സിബി ടീച്ചറാണ്. ഒരു മത അധ്യാപക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസ പരിശീലനം നടത്തുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവം നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. ഓക്കെ, എന്താണ് നമ്മുടെ മക്കളെ പറ്റിയിട്ട് പറയാനുള്ളത്? അവരിൽ നിന്നും ഞങ്ങൾക്ക് കുറെ പഠിക്കാനുണ്ട് എന്ന് തോന്നുന്നു. തിരിച്ചും അത്രയും നല്ല വിശ്വാസവും നല്ല ഇതായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഈ മിടുക്കനെ സമ്മാനം ടീച്ചറിനെ പോലെ ഈ മിടുക്കനുള്ള സമ്മാനം ടീച്ചറിനെ കൊടുക്കട്ടെ. അപ്പൊ ആദ്യം നമുക്ക് സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ ആൽഫ്രഡ് അല്ലേ? ആൽഫ്രഡിനാണ് ടീച്ചറെ ഈ ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം ശാലോമിന്റെ ടീച്ചർക്ക് കൊടുക്കാം. നല്ലൊരു കൈഡി കൊടുക്കാം. താങ്ക് യു ടീച്ചർ ആൻഡ് താങ്ക് യു ആൽഫ്രഡ്. അടുത്തത് നമ്മുടെ മിടുക്കിക്കുള്ള സമ്മാനമാണ്. നല്ല അടിപൊളി ഉത്തരം പറഞ്ഞ നമ്മുടെ മിടുക്കി. പേരൊന്നുകൂടി പറയാമോ? ആഗ്നസിന് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ പ്രധാന അധ്യാപകൻ ഉണ്ടോ അവിടെ? മാഷ് വരൂ. നല്ലൊരു കൈഡി കൊടുക്കാം. മാഷ് നിൽക്കൂ. മാഷ മുഴുവൻ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സജു ലൂവിസ് മാറോക്കി. ഇവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എന്താന്നുള്ളത് മാഷ്ക്കൊന്ന് പറയാമോ? സജീവമായി പങ്കെടുക്കുന്ന, വിശുദ്ധ കുർബാന സജീവമായി പങ്കെടുക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മക്കളാണ് ഇവരൊക്കെ. വിശ്വാസ പരിശീലനത്തോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് കാരുണ്യച്ചെപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഓരോ പ്രാവശ്യവും കടന്നു വരുന്ന വൈവികാരിച്ചമാരുടെ നേതൃത്വത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ കുട്ടികൾക്കും കാരുണ്യച്ചെപ്പ് കൊടുക്കും. ആ കാരുണ്യച്ചെപ്പ് അവർക്ക് ലഭിക്കുന്ന ചില ഗിഫ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും അവർ അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും. ആ നിക്ഷേപിച്ചത് നമ്മൾ കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തിപ്പോൾ 4 വർഷത്തോളമായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് ഓരോ വർഷവും ഇവരുടെ വീടുകളിലും ഇവരുടെ ബന്ധുക്കൾക്കോ ഇവർക്കോ എന്തെങ്കിലും അപകടങ്ങൾ പറ്റുകയാണെങ്കിൽ അതിനുള്ള സഹായമായിട്ടാണ് ഈ കാരുണ്യച്ചെപ്പ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എല്ലാ അധ്യാപകരും ഇവരുടെ വീടുകളിലേക്ക് സന്ദർശിക്കുന്നുണ്ട്. കുടുംബ സന്ദർശനം നിർബന്ധമാണ് അധ്യാപകർ. അങ്ങനെ കുടുംബ സന്ദർശനം നിർബന്ധമായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലുള്ള അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അത് അനുസരിച്ച് അവരെ സ്നേഹിക്കാനും അവരോട് പ്രവർത്തിക്കാനൊക്കെ സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ മിഷൻ സൺഡേ എന്ന് പറഞ്ഞ പരിപാടി കുട്ടികളുടെ മിഷൻ സൺഡേ ചെയ്യാറുണ്ട്. കുട്ടികൾ തന്നെ ഓരോ വിഭവങ്ങൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇടവക ജനത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് അത് വിറ്റഴിച്ച് അതിന് ലഭിക്കുന്ന ഫണ്ട് ഓരോ മിഷൻ സെൻറ്ററുകളിലേക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ഏകദേശം 1 ലക്ഷം രൂപയോട് അടുത്ത് വരുന്ന സംഖ്യ ഓരോ വർഷം നമുക്ക് മിഷൻ സൺഡേ പ്രവർത്തനമായിട്ട് ലഭിക്കാറുണ്ട്. പിന്നെ വികാരിച്ചമാരുടെ നേതൃത്വത്തിൽ ടീച്ചേഴ്സ് കൗൺസിലിംഗ് പ്രവർത്തനം നടത്തുന്നുണ്ട്. താങ്ക് യു മാഷെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ മരത്താക്കര ഇടവകയിലെ കുട്ടികൾ അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവര് ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന കുട്ടികൾ മാത്രമല്ല, കലാപരമായിട്ടും വലിയ കഴിവുകളുള്ള കുട്ടികളാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടോ തൃശ്ശൂർ രൂപതയുടെ പരിപാടികൾ കാണുമ്പോൾ മുൻപന്തിയിൽ മരത്താക്കര ഇടവക ഉണ്ടാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ട്. ഇന്നും അതേപോലെ തന്നെ അവരൊരു എനർജറ്റിക് ഡാൻസ് പെർഫോമൻസ് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കുരുന്നുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈഡി കൊടുക്കാം.
ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഭാവി ഡാൻസേഴ്സ് ആണ്, സൂപ്പർ ആവട്ടെ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ചോദ്യം: ബൈബിളിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്താണ് പറയുന്നത്? അതെ, ഇത്തവണ വന്നിരിക്കുന്നത് ഒരു മിടുക്കനാണ്. മിടുക്കൻ നമുക്ക് ഫ്രണ്ടിലേക്ക് വിളിക്കാം, നല്ലൊരു കൈ കൊടുക്കാം. മിടുക്കന്റെ പേര് മൈക്കിൾ ജോനാഥ്. അപ്പൊ ജോനാഥിന്റെ മറുപടി നമുക്ക് എല്ലാവർക്കും കേൾക്കാം. ദേവപുത്രൻ തന്റെ പിതാവിന് നൽകിയ ഒരു സമ്മാനമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ പറ്റി ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിലും വിശുദ്ധ പൗലോസ്ലീഹയുടെ 1-ാം ലേഖനത്തിലും എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഈ അപ്പവും ഈ വീഞ്ഞും തൻ്റെ ശരീരരക്തങ്ങളാണെന്നും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ചെയ്യുവിൻ എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. ഇത് ഈശോയുടെ അന്ത്യത്തഴവേളയുടെ ഒരു പുനരാവിഷ്കരണമാണ് വിശുദ്ധ കുർബാന എന്നാണ് ഇത് നമ്മെ വ്യക്തമാക്കിയിരുന്നത്. പിന്നെ ഈശോയുടെ കുരിശുമരണം, പീഡാസഹനവും ഉത്ഥാനവും എല്ലാം ഓർമ്മിക്കുന്ന ഒരു സമയമാണ് വിശുദ്ധ കുർബാന എന്ന് പൗലോസ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിൽ ഈ അപ്പം ജീവന്റെ അപ്പമാണെന്ന് പറയുന്നുണ്ട്. അത് നാം ഈ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന ഈശോയുടെ ശരീരമാകുന്ന തിരുവോസ്തിയിൽ നമ്മൾക്ക് ആത്മീയ ജീവൻ ലഭിക്കുന്നു. അങ്ങനെ ക്രൈസ്തവരായി നമുക്ക് നമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. കണ്ട, പറയാതെ ഒന്ന് കൈയടി. കാരണേ ഓക്കെ, ഞാൻ ഈ മിടുക്കനെ ജോനാഥ് അല്ലേ, ജോനാഥ് മിടുക്കൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്, ഇത് നിസ്സാരമല്ല കേട്ടോ. ഇത് പറയാനായിട്ട് ആദ്യം ഒരു ധൈര്യം വേണം. ആ ധൈര്യം മാത്രമല്ല, ഇത് കറക്റ്റായിട്ട് പറയണം. അത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള മതബോധന വിദ്യാർത്ഥിക്ക് പറ്റുള്ളൂ. അങ്ങനെ തെളിയിച്ചിരിക്കുകയാണ് ജോനാഥിന് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു മിടുക്കനാണെന്ന്. ഓക്കെ, അപ്പോൾ പഠിക്കുന്നുണ്ട് അല്ലേ, നിങ്ങളെല്ലാവരും കാറ്റഗറിസം പഠിക്കുന്നത് കൊണ്ടാണ് ഈ അറിവ് കിട്ടുന്നത്. വിശുദ്ധ ബലി എന്താന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന മഹത്തായിട്ടുള്ള വേദിയാണ് മതബോധന ക്ലാസ്സുകൾ. ഓക്കെ, അത് പറഞ്ഞു തരുന്ന നമ്മുടെ ഈശോയിലൂടെ അത് പറഞ്ഞു തരുന്ന ആളുകളാണ് നമ്മുടെ അധ്യാപകർ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജോനാഥിന് നല്ലൊരു സമ്മാനം കൊടുക്കാനായിട്ട് ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ നല്ലൊരു കൈഡി, നിങ്ങളുടെ വൈസ് പ്രിൻസിപ്പളാണ്. ഓക്കെ, നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും സ്വത്താണ് അല്ലേ. എല്ലാവരും പറയുന്നുണ്ട് കുടുംബത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ ഇവരാണ്. മറ്റു ലഹരിയിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരെ അതിൽ നിന്ന് എങ്ങനെ, നിങ്ങൾ എന്താണ് അതിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണോ മാഷ്ക്ക് പറയാം? സാധാരണ ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കാറുണ്ട്. ഇവിടെയുള്ള സംഘടനകൾ അതിനെക്കുറിച്ച് CLC അതുപോലുള്ള സംഘടനകളൊക്കെ ചില സ്കിറ്റുകൾ അവതരിപ്പിച്ച് അവർക്ക് ബോധവൽക്കരണം കൊടുക്കും. കൂടാതെ അവർക്ക് കൗൺസിലിങ്ങും, അതിനാണ് ഞങ്ങളിവിടെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. ഈ കൗൺസിലിങ്ങിലൂടെയും അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് പ്രത്യേക ഒരു ക്ലാസ്സുകളൊക്കെ ഔറ എന്ന് പറയുന്നൊരു കേന്ദ്രമുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അവർ വഴിയൊക്കെ ഞങ്ങളിവിടെ അവർക്ക് സെമിനാറുകളും ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറ്. ഈ കൗൺസിലിങ്ങിന് വേണ്ടി പ്രത്യേകം ടീച്ചേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഞങ്ങളുടെ സ്റ്റാഫായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു മാതൃകാജനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിള്ളേരെ ഓരോ സെഷൻ തിരിച്ച് കൗൺസിൽ ചെയ്യാനായിട്ട് ഇവിടെ ആളുകൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സ്റ്റാഫ് ഇവിടെ വേണ്ടിയാണ്. ഓക്കെ, അത് നേരത്തെ തന്നെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ മിടുക്കന്മാരാന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പലരും കണ്ട് പ്രേരിതരാകുമ്പോൾ അതിലേക്കൊന്നും പോവരുത്. നിങ്ങൾ പോവില്ല എന്ന് ഉറപ്പാണ്. കാരണം മാഷുമാർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അതിന് വലിയൊരു മാതൃകയാണ്. ഓക്കെ, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാനിവിടെ ഉന്നയിച്ചത്. താങ്ക് യു സോ മച്ച്. മാഷ പേരൊന്നുകൂടി പറയാമോ? റാഫേൽ മാഷാണ്. നല്ലൊരു കൈഡ് കൊടുക്കാം മാഷ്ക്ക്. താങ്ക് യു. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയാം, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ആരാണ് ആദ്യം കൈപ്പൊക്കുന്നത് അവർക്കാണ് സമ്മാനം. റെഡി? ഓക്കെ, ചോദ്യം ഇതാണ്: വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും എന്തിനെ സൂചിപ്പിക്കുന്നു? എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കൈപ്പൊക്കി. ആദ്യം കൈപ്പൊക്കിയ ആളെ വിളിക്കട്ടെ എന്നാ, അല്ലേ? എനിക്ക് തോന്നുന്നു യെസ്, ആദ്യം കൈപ്പൊക്കിയത് ഈ മിടുക്കിയാണ്. കടന്നു വരൂ. ഈശോയുടെ തിരുശരീര രക്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ആർക്കെങ്കിലും അറിയാത്ത അതൊന്ന് പറഞ്ഞു തരുമോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയാം. കുറെ പേര് കൈപ്പൊക്കി, എനിക്കറിയാം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കുവോ? പൊക്ക്. ആരുമില്ല? ഇല്ലല്ലോ. അതാണ് മതബോധനത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അടിപൊളി. ഇതാണ് നമ്മുടെ ബേസ്. വിശുദ്ധ കുർബാനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യമാണ്. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാമോ ഉത്തരം? ഈശോയുടെ തിരുശരീര രക്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ തിരുശരീര രക്തങ്ങളെയാണ് നമ്മൾ ഈ അപ്പവും വീഞ്ഞിലൂടെ നമ്മൾ പ്രതീകാത്മകമായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ. വിശുദ്ധ ബലിയിലെ ഈശോയുടെ അല്ലേ അതെ, അവർ പറയങ്ങട് എനർജിയില്. ഓക്കെ, അപ്പൊ ഈ മിടുക്കിയാണ് ഈ ഒരു നല്ലൊരു ഉത്തരം തന്നത്. മിടുക്കിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാം. 20 വർഷത്തിന് മേലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതാരാണ്? ടീച്ചർ വരൂ. ടീച്ചറെ പേരെങ്ങനെയായിരുന്നു?
സിനി ബാബു. നമുക്ക് എല്ലാവർക്കും അറിയാം, മതബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന ഒരു ഇതല്ല. നമ്മളൊരു സർവീസാണ്. ടീച്ചറെ പറയൂ. ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ഈശോ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ട്. ഈശോയുടെ മക്കള് ഈശോയ്ക്ക് വേണ്ടി വളരാൻ, അങ്ങനെ സമൂഹത്തിന് നല്ലവരായി തീരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. തുടർന്നും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ചോദ്യം, ജനറൽ ആയിട്ടൊരു ചോദ്യമാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. നമ്മളെല്ലാവരും വേർപിരിഞ്ഞു പോയ ഒരു മഹത് വ്യക്തിയുണ്ട്, നമ്മുടെ തൊട്ട് മുന്നത്തെ മാർപ്പാപ്പ. ഈശോ, ചോദ്യം വരെ പറഞ്ഞാൽ മുമ്പ് മിടുക്കന്മാർ കൈപോക്കി. ചോദ്യം താത്തിക്കോ, മാഷൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇവരെല്ലാവരും കൈപോക്കും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചോദ്യം കറക്റ്റായിട്ട് കേട്ടിട്ട് ഉത്തരം പറയണം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒറിജിനൽ പേരെന്താണ്? ഒരാളെ കൈപോക്കിയുള്ളൂ അല്ലേ? അന്നവ. അന്നയാണ്. അന്ന. ടീച്ചർ എന്നെ വിളിച്ചു, അന്നവായോ? അന്ന ഇവിടുത്തെ മിടിക്കുന്നപ്പോ മനസ്സിലായി അല്ലേ? മിടിക്ക് തന്നെയാണ്. ഓക്കെ, എന്താണ്? ജോർജ് മരിയ ബെർഗോഗ്ലിയോ. ഒന്നും പറയാനില്ല, നല്ലൊരു ഗൈഡ് കൊടുക്കാം. നല്ലൊരു ഗൈഡ്. ഇതറിയാവുന്നവരെ അല്ലേ എണ്ണം വളരെ കുറവായിരുന്നു ഇതിനുള്ളിൽ. നമ്മുടെ അന്ന വന്നു അത് എല്ലാവർക്കും പറഞ്ഞു തരാനായിട്ട്. ഓക്കെ, നമുക്ക് ഒരു സമ്മാനം. നല്ലൊരു ഗൈഡ് മാഷ്ക്ക്. മാഷ്ക മൈക്കൊന്ന് കൈമാറാം. മാഷ പേരെന്തായിരുന്നു? ലിൻഡൻസ്. മാഷ എത്ര വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു? 30+ ആയി. അപ്പോൾ ടീച്ചറെക്കാളും സീനിയോറിറ്റി മാഷ്ക്കാണ്. ഓക്കെ, 30 വർഷത്തിന് മേലെയായിട്ട് മരത്താക്കരക്കാരെ എനിക്ക് തോന്നുന്നു മാഷ് പഠിപ്പിച്ച പലരും ഇപ്പോൾ പല മേഖലകളിലും പല ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അത്ര അധികം എക്സ്പീരിയൻസ് ഉണ്ട്. മതബോധനം പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്താണ്? നേരത്തെ പറഞ്ഞതൊക്കെ പോലെ മതബോധനം പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിന് വരാന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. ഞായറാഴ്ചകളിൽ ഞങ്ങൾക്കിത് ഒഴിവായാൽ, ഇല്ലാണ്ടായാൽ ജീവിതത്തിൽ എന്തോ ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പരിശീലനത്തിന് വരിക, കുട്ടികളോട് ആനുകാലികമായ രീതിയിൽ ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുക, പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, അതില്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അതാണ് ഞാനൊരു നിങ്ങൾക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. ഒന്നും വിചാരിക്കരുത്. മാഷ് ലഹരിക്ക് അടിമയാണ്. ഏത് ലഹരിക്കാണ്? ഈശോ എന്ന ലഹരിക്ക് അടിമയാണ് നമ്മുടെ മാഷ്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇനി ശാലോമിൽ വരുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ മാഷ്ക്ക് ട്രോളൊന്നും കൊടുക്കരുത്. പക്ഷേ മാഷ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലഹരിക്ക് അടിമപ്പെടുന്ന വലിയൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് ഈശോയാണ് എൻ്റെ ലഹരി എന്ന് പറഞ്ഞ് നിങ്ങളെ മുൻപന്തിയിൽ നയിക്കാനായിട്ട് നമ്മുടെ മാഷുണ്ട്. മാഷ പേരൊന്നും പറയാമോ? ലിൻഡൻസ് മാഷ് നിങ്ങളുടെ കൂടെയുണ്ട്. നല്ലൊരു ഗൈഡ് കൊടുക്കാം മാഷ്ക്ക്. താങ്ക് യു. റെഡി? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. വിശുദ്ധ കുർബാനയും ബൈബിളും തമ്മിലുള്ള ബന്ധം. അടുത്തത് വരാൻ പോകുന്ന ഒരു മിടുക്കൻ. ഓക്കെ, പേരെന്തായിരുന്നു? ആൽവിറ്റസ്. ഒരു പുതിയ പേരാട്ടോ, അടിപൊളി പേരാണ്. ആൽവിറ്റസിന്റെ ഒരു മാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. തൃശ്ശൂർ അതിരൂപതയിലെ പ്ലസ് ടുവിലെ 14ാമത്തെ റാങ്ക് മേടിച്ച മിടുക്കനാണ് ആൽവിറ്റസ്. ഇവൻ ഈ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആരും പറയില്ല അല്ലേ? 14ാമത്തെ, അതായത് തൃശ്ശൂർ രൂപ എന്ന് പറയുമ്പോൾ എത്ര പള്ളികളുണ്ടെന്ന് ആലോചിക്കുക. അവിടെ എത്ര പേര് +2 പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അതിൽ 14ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞത് നിസ്സാരക്കാരിയല്ല. ആദ്യമേ തന്നെ ശാലോം ടിവിയുടെ വക ഒരു വലിയ ഒരു കൺഗ്രാജുലേഷൻ. ഓക്കെ, മിടുക്കനെ, അടിപൊളി. അന്ന് മാഷന്നെ വരട്ടെ, മാഷ ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. അത് നമ്മൾ പലപ്പോഴും പറയില്ലേ, ഇത് വലിയൊരു ചരിത്രം കേട്ടോ അല്ലേ? മാഷ് 30 വർഷമായിട്ട് കാറ്റഗറിസം പഠിപ്പിക്കുന്നു. മാഷ മകനാണ് 14ാമത്തെ റാങ്ക് മേടിച്ചത്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? മാഷ് 30 വർഷമായിട്ട് സേവനം ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഒന്ന് കേൾക്കാൻ എനിക്ക് മാഷ കൈകൊണ്ട് തന്നെ നല്ലൊരു സമ്മാനം കൊടുക്കാം. റെഡി? ഓക്കെ, പറയാം. അതായത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടി വിശദീകരിച്ച് തരുന്നത്, വിഭജിച്ച് തരുന്നത് ബൈബിളിലൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്പം വിഭജിച്ച് തരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ അപ്പവും വചനവും എന്ന് പറയുന്നത് ഈശോയാണ്. ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ വിശുദ്ധ ബൈബിളിന്റെയും ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ കുർബാന തന്നെയാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, മാഷ് എന്ന് പറയുന്നത് മാഷ് മാത്രമല്ല, സ്വന്തം അപ്പച്ചൻ മകന് സമ്മാനം കൊടുക്കാൻ പോവാണ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. അടിപൊളി ഉത്തരം. അടുത്ത ചോദ്യം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഫസ്റ്റ് നമ്മുടെ മിടുക്കനാണെന്ന് കൈപ്പൊക്കിയത് ആദ്യം ജസ്റ്റ് ഒന്ന് ഇവന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട്. ഈശോയെ കുറിച്ച് അറിയാൻ പറ്റുന്നു. ഇതിനും വലിയൊരു സംഭവം ഉണ്ടോ? ഈശോയെ കുറിച്ച് അറിയാൻ പറ്റുന്നു. പിന്നെന്തെങ്കിലും ഉണ്ടോ?
സ്നേഹം ലഭിക്കുന്നു. സ്നേഹം ലഭിക്കുന്നു. ഇവ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? 2ാം ക്ലാസ്സിലെ മിടുക്കനായിട്ടൊക്കെ പറയണേ. ഒന്നിന് പറഞ്ഞ ആദ്യത്തെ എന്തായിരുന്നു? ഈശോയെ കുറിച്ച് അറിയാൻ പറ്റുന്നു. ഈശോയെ കുറിച്ച് വ്യക്തമായി അറിയാൻ പറ്റുന്നു. 2ാമത്തെ കാര്യം ഈ സ്നേഹം ലഭിക്കുന്നു. സ്നേഹം ലഭിക്കുന്നു. ആരെ സ്നേഹം കിട്ടുന്നു? ഈശോയുടെ. ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുന്നു വിശുദ്ധ കുർബാനയിലൂടെ. അങ്ങോട്ട് നോക്കി നിൽക്കരുത്, നേരെ നോക്കി ഈശോയെ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കിട്ടുമോ? ഈശോയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നു. ഈശോയെ കുറിച്ച് പഠിക്കാൻ ദൈവമേ, ഇവൻ വലിയൊരാളാവട്ടോ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ വരെ എഴുതാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈശോയെ കുറിച്ച് പഠിക്കാമായിരുന്നു. പിന്നെ കുഴപ്പമില്ല. 3 കാര്യങ്ങൾ ഇവൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടിപൊളിയാണ്, അടിപൊളി. മോന്റെ പേരെന്തായിരുന്നു? റാഫേൽ. റാഫേൽ മിടുക്കനാണ്. റാഫേലാണ് ഉത്തരം പറഞ്ഞത്. റാഫേൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. റാഫേൽ നമുക്ക് ആദ്യം സമ്മാനം കൊടുക്കാം. മാഷ് വരൂ. മാഷ് നല്ലൊരു കൈഡി. എത്ര വർഷമായി മാഷ്? 34 വർഷം മുൻപാണ് വിശ്വാസ പരിശീലനം ആരംഭിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ പ്രവാസിയായി. ആ സമയത്ത് നമുക്കത് തുടരാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും തുടങ്ങി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമല്ല, സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വിശ്വാസ പരിശീലനത്തിനൊക്കെ കയറിയതിന് ശേഷം ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകൾക്ക് കഴിഞ്ഞ വർഷം 4ാം റാങ്ക് കിട്ടിയിട്ടുണ്ട് +2. എൻ്റെ മകൾക്ക് 4ാം റാങ്ക് കിട്ടിയ വർഷം ഇവിടെ തന്നെയുള്ള പോൾ മാസ്റ്റർ മകൾക്കാണ് 1ാം റാങ്ക് കിട്ടിയത്. എന്റെ പൊന്നോ, ഇവിടെ റാങ്ക് മഴയാണ്. മരത്താക്കരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോയി. എല്ലാവർക്കും ഉള്ള സമ്മാനം ഞങ്ങളുടെ കയ്യിലില്ല. ഇത് അറിഞ്ഞു വന്നിരുന്നെങ്കിൽ ഒരു വണ്ടി സമ്മാനമായിട്ട് വന്നേനെ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ മോളെ ഒന്ന് വിളിക്കാം. ഇവിടെ മോളുണ്ടെന്നാണ് പറഞ്ഞത്. യെസ്, വരും. നല്ലൊരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. അച്ഛനും മോളും ഇതേപോലെ തന്നെ 4ാം റാങ്കുകാരിയാണ്. ഇപ്പൊ ACC ആയിട്ടില്ലേ? ഈ ഒരു എക്സ്പീരിയൻസ് എന്താണ്? 4ാം റാങ്ക്, അപ്പച്ചൻ്റെ ഈ കഥ കേട്ടു, എല്ലാം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്കൂളിൽ പഠിക്കുക അല്ലെങ്കിൽ കരിക്കുലം അക്കാഡമിക് വൈസിനേക്കാളും ഏറ്റവും കൂടുതൽ അപ്പനായാലും അമ്മയിലും മുൻതൂക്കം കൊടുക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും പള്ളിയോടുള്ള പ്രവർത്തനങ്ങൾ, മതബോധനമൊക്കെ തന്നെയാണ്. പക്ഷെ ഒരിക്കലും എനിക്ക് ആ റാങ്ക് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. നമുക്ക് സ്കൂളിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ പല കുട്ടികളും പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് +2 വരെ എത്തിക്കണില്ല മതബോധനം എന്ന് പറയുന്ന കാര്യത്തിൽ. അതിന് അത്രയും വില കുറഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവത്തെ കൂട്ടുപിടിക്കാണ്ട് നമ്മൾ വേറെ എവിടെ ചെന്ന് എത്തിയാലും സന്തോഷമോ അല്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാത്തിലും കൂടെ നടക്കാൻ സാധിച്ച അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ ആ ഒരു മെസ്സേജ് പറയണമെന്നുണ്ടായിരുന്നു. അത്ര അടിപൊളി. എനിക്ക് ശാലോണ്ട് കിട്ടിയ ഏറ്റവും നല്ലൊരു സാക്ഷ്യം കൂടിയാണത്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് മതബോധനം ഒഴിവാക്കിയിട്ട്, അല്ലെ? നിങ്ങൾക്ക് ട്യൂഷൻ കാരണം ഒഴിവാക്കുന്നു, പഠനത്തിന് വേണ്ടി നമ്മൾ മതബോധനം ഒഴിവാക്കുന്നു, 10ാം ക്ലാസ് വരെ എത്തിക്കാനായിട്ട് നമ്മൾ അല്ലെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു. ആ സമയത്താണ് നിങ്ങൾ ഈ ജീവിത സാക്ഷ്യം കേൾക്കേണ്ടത്. പേരെന്തായിരുന്നു? ഏഞ്ചൽ പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള സാക്ഷ്യം ഇതാണ്. നിങ്ങൾ ആദ്യം നേടേണ്ടത് ആരെയാണ്? ഈശോയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം തന്നെ വന്നോളും. അതിനുള്ള അല്ലെ, അതിന് നല്ല വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ 2 പേര്. നല്ലൊരു കൈഡി കൊടുക്കാം ഏഞ്ചലിന്. താങ്ക് യു ഈ ഒരു നല്ലൊരു മൊമെന്റ് ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം പെട്ടെന്നൊരു മിടുക്കനാണ് ആദ്യം കയറി വന്നത്. എന്നിരുന്നാലും ഒന്നും കൂടി പ്രിസൈസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉത്തരം പറയാനായിട്ട് വേറൊരാൾ അവിടെ കൈപ്പൊക്കിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ആളെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് വിളിക്കാം. നല്ലൊരു കൈഡി കൊടുക്കാം. നമ്മുടെ അവസാനത്തെ ചോദ്യം, അവസാനത്തെ സമ്മാനം മേടിക്കാൻ പോകുന്ന ആൾ ഇദ്ദേഹമാണ്. നമുക്ക് ആളുടെ പേരൊന്ന് ചോദിക്കാം. പേരെന്താ? എന്റെ പേര് ഏഞ്ചൽ തന്നെയാണ്, ഏഞ്ചൽ മേരി. ഈ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പ്രത്യേകതയാണോ എനിക്കറിയില്ല. മാലാഖ, ഈശോയുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ പേരില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഞാൻ വേറൊരു സംഭവം കൂടി അറിയാൻ പറ്റി എനിക്ക് ഇവിടെ. കഴിഞ്ഞ വർഷവും ഏഞ്ചലിന് +2 എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 1ാം റാങ്ക്. 1ാമതായിരുന്നു എന്ന് പറഞ്ഞു. 1ാമത്. അടിക്ക് നല്ലൊരു എനർജി. ഒരു എന്ന് പറഞ്ഞാലൊരു നമുക്ക് ഉത്തരത്തിലേക്ക് ഒന്ന് ആദ്യം പോവാം. ഓക്കെ, ചോദ്യം ഓർമ്മയില്ലേ? ഓക്കെ, നേരത്തെ റാഫേൽ പറഞ്ഞ ഉത്തരം തന്നെയായിരുന്നു അതിന്റെ കോർ ഭാഗം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി വിപുലീകരിച്ച് പറയാന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഈശോയുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും തോറും നമ്മൾ ഈശോയോട് കൂടുതൽ ഐക്യപ്പെടാനായിട്ട് നമുക്ക് പറ്റും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പാപം നിറഞ്ഞതാണ്, പാപത്തിലേക്ക് ചായ്വുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഈ പാപത്തിനോടെതിരെ യുദ്ധം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശക്തി വിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം. അപ്പോൾ ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൽ
നമുക്ക് ഇപ്പോൾ ആ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ മഹത്വം, പിന്നെ ആ ആനന്ദം, ഇതൊക്കെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതായത് വിശുദ്ധ കുർബാന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ മുന്നാസ്വാദനാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ പങ്കെടുക്കുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള നമ്മുടെ യാത്രയിൽ നമുക്കൊരു പ്രചോദനമാണ്. അതുമാത്രമല്ല, നമ്മൾ സ്വീകരിച്ച, നമ്മൾ അനുഭവിച്ച ഈശോയെ ഈ ലോകത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് വിശുദ്ധ കുർബാന നമുക്ക് ഒരു പാതയാണ്. നമുക്ക് ഈശോയുടെ കണ്ണും കാതും കൈയും കാലും ഹൃദയമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള വലിയ വിളി നമുക്ക് വിശുദ്ധ കുർബാനയിൽ നൽകുന്നുണ്ട്. അതിനുള്ള അനുഗ്രഹം കൂടി നമുക്ക് തരുന്നുണ്ട്. എന്താലേ, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നു നമ്മുടെ ഏഞ്ചല്. എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടുത്തെ ടീച്ചേഴ്സിനോട്, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, നിങ്ങൾ വളർത്തിയെടുക്കുന്നത് നല്ല മത അധ്യാപകരും കൂടിയാണ്. ഇവർ ACC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും. ഓക്കെ, ഇവരൊക്കെ നമ്മുടെ മതബോധനം പഠിപ്പിക്കാനായിട്ട്, കാരണം അത്ര അറിവാണ്. എനിക്കൊരു 2ാം ക്ലാസ്സായിട്ടുള്ള അറിവ് വരെ കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ ടീച്ചേഴ്സ്, എന്തായാലും ടീച്ചേഴ്സിനോട് പ്രത്യേകം താങ്ക് യു പറയുന്നു. നമ്മുടെ ഏഞ്ചലിന് സമ്മാനം കൊടുക്കാനായിട്ട് ഒരു ടീച്ചർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സ്വന്തം കൈകൊണ്ട് ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതിയ ഒരു ടീച്ചറോട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിന് നല്ലൊരാളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാമല്ലേ ടീച്ചർ? പ്ലീസ് കം. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ടീച്ചറെ, എത്ര വർഷം എടുത്തു നമുക്ക് ഈ ബൈബിൾ മുഴുവനാക്കി എഴുതാനായിട്ട്? പുതിയ നിയമം എഴുതാനായിട്ട് 6 മാസവും പഴയ നിയമം എഴുതാനായിട്ട് 1 വർഷം എടുത്തു. 1.5 വർഷത്തെ കഠിനമായിട്ടുള്ള, എളുപ്പമല്ല കേട്ടോ ടീച്ചർ ചെയ്തൊരു കാര്യം. അത് ക്ഷമ വേണമല്ലോ, ആദ്യം ക്ഷമ വേണം. ടീച്ചറെ, ഇനി എനിക്ക് തോന്നുന്നു ഈ ഇടവകയിൽ ഇങ്ങനെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ വെച്ചോളൂ. ടീച്ചർ മാതൃകയായിട്ട് പറ്റുമെന്ന് തെളിയിച്ച ആളുണ്ടല്ലോ നമ്മുടെ ഇടവകയില്. പുതിയ നിയമം എഴുതല് ഞാനാണ് ആദ്യമായിട്ട് ഈ പള്ളിയിൽ തുടങ്ങി. പക്ഷെ പിന്നെ അത് നമ്മുടെ ബുള്ളറ്റിൻ കമ്മിറ്റി ഏറ്റെടുത്തപ്പോൾ പള്ളിയിൽ അനൗൺസ് ചെയ്ത് കുറെ പേര് പുതിയ നിയമം പഴയ നിയമം എഴുതാൻ തുടങ്ങി. അടിപൊളി. പക്ഷെ അതിന് തുടക്കം കുറിക്കാൻ എനിക്ക് അതിന് അനുഗ്രഹം കിട്ടി. ടീച്ചറെ പേരെന്തായിരുന്നു? ബിന്ദു പോളി ടീച്ചറാണ് ബൈബിൾ ആദ്യമായിട്ട് ഇവിടെ എഴുതി തുടക്കം കുറിച്ച് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നു അല്ലെ? ഓക്കെ, നല്ലൊരു പ്രചോദനം ആവട്ടെ ടീച്ചർ. വലിയൊരു കാര്യമാണ് ചെയ്തത്. ശാലോം ടിവിയുടെ വക ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോ ആയിരുന്നത് മർത്താക്കര ഇടവകയിലെ മിടുക്കന്മാരും മിടുക്കികളും കൂടിയാണ്. മാത്രമല്ല അവർ അധ്യാപകരും ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഓരോ ആഴ്ചയും ഓരോ ദേവാലയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. ഇന്നത്തെ സബ്ജക്റ്റ് വിശുദ്ധ കുർബാനയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.